ഒരു ഹൊറർ സ്റ്റോറി പറഞ്ഞുതരാവേ. ഹൊറർ സ്റ്റോറിയുടെ നെയിം എന്ന് പറയുന്നത് സഞ്ജന എന്നാണ്. അപ്പം ആ കുട്ടിയുടെ ഈ ഹൊറർ സ്റ്റോറിയിലുള്ള കുട്ടിയുടെ ക്യാരക്ടറും സഞ്ജന എന്നാണ്. സഞ്ജന എന്ന് തന്നെയാണ്. അങ്ങനെ ഈ കഥ നടക്കുന്നത് ബാംഗ്ലൂരാണ്. അപ്പം ഒരു ജൂനിയർ ബാച്ചിൽ നേഴ്സിംഗ് പഠിക്കുന്ന കുട്ടി ഹോസ്റ്റൽ തേടി വന്നേ ബാംഗ്ലൂർക്ക്. അപ്പം ഹോസ്റ്റൽ കിട്ടി, നമ്മുടെ മലയാളികൾ തന്നെ നടത്തുന്നൊരു ഹോസ്റ്റൽ. അപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി റൂം നോക്കിയെടുത്തോളാന്ന് പറഞ്ഞ് കുറച്ച് റൂം നോക്കിയെടുത്തു. അങ്ങനെ ലാസ്റ്റ് ഒരു ഹാളിൻ്റെ ഇപ്പുറത്തായിട്ടുള്ളൊരു റൂമുണ്ട്. ആ റൂം ഭയങ്കരമായിട്ട് കുട്ടിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂമായതുകൊണ്ട്, ബാത്റൂം ആണെങ്കിൽ ക്ലീൻ, അടുക്കളയുണ്ട്, അങ്ങനത്തെ ഒരു റൂം. ആ റൂം കിട്ടി. അപ്പം സെക്യൂരിറ്റി പറഞ്ഞു ആ റൂം എടുക്കണ്ട, ആ റൂമിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉള്ളതെന്ന് പറഞ്ഞു. അപ്പം ഈ സഞ്ജന പറഞ്ഞു, സെക്യൂരിറ്റിയോട് ചോദിച്ചു, ഞങ്ങൾ പൈസ തന്നിട്ടല്ലേ ഈ റൂം മേടിച്ചേ, അപ്പം നിങ്ങൾക്ക് എന്താണെന്ന് ചോദിച്ചു. പറഞ്ഞ് നിങ്ങളുടെ ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് ഇയാളങ്ങ് അങ്ങനെ പോയിട്ട് ഈ കൊച്ച് വൈകുന്നേരമായപ്പോഴത്തേക്കിനും ഈ കൊച്ച് കഴിക്കാനായിട്ട് ഇറങ്ങി. കാരണം നമുക്ക് ഫുഡ് കഴിക്കണ്ടേ രാത്രിയായി. അങ്ങനെ ഒരു ഹോട്ടലുണ്ടായി. ഇപ്പം ആ ഹോട്ടലിൽ നിന്ന് കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ വിൻഡോ കാണാൻ പറ്റുമേ, ഈ കുട്ടിയുടെ റൂമിൻ്റെ വിൻഡോ കാണാൻ പറ്റുമേ. അങ്ങനെ ഈ കുട്ടി കഴിച്ചുകൊണ്ടിരുന്ന ടൈമിൽ വിൻഡോയിലോട്ട് നോക്കി. അപ്പം അവിടെ നിന്ന് ആരാണ്ട് ഡയറക്റ്റ് ഈ കുട്ടിയെ നോക്കുന്ന രീതി തോന്നി. അപ്പോൾ ഈ കുട്ടി ഇതിനകത്ത് ഭയമില്ലെങ്കിലും എന്താണെന്ന് അറിയാനായിട്ട് ഉള്ളിലൊരു ഭയം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ കുട്ടി തിരിച്ച് റൂമിൽ പോയി. പെട്ടെന്ന് കഴിക്കൽ നിർത്തിയിട്ട് തിരിച്ച് റൂമിൽ പോയിട്ട് അവിടെ എല്ലാം ചെക്ക് ചെയ്തു. അങ്ങനെ ആരെയും കാണാതായപ്പം കുട്ടി വിചാരിച്ചു സെക്യൂരിറ്റി വല്ലതും വന്നതായിരിക്കും, എന്നെ കണ്ടില്ലല്ലോ, ഞാൻ പറയാതെ ഇറങ്ങി, അങ്ങനെ വന്നതായിരിക്കും വിചാരിച്ചു. അങ്ങനെ കുട്ടി രാത്രിയായപ്പോൾ കിടന്നു. നേരത്തെ കിടക്കുന്ന കുട്ടിയാണ്, പഠിക്കാനൊക്കെ എണീക്കുന്നു, നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടിയാണ്. അങ്ങനെ കിടന്നു. 10 മണിയായപ്പോൾ കിടന്നു. ഫുഡ് കഴിച്ചിട്ട് വന്ന ഉടനെ തന്നെ കിടന്നു. ഫോൺ നോക്കിയൊന്നും അങ്ങനെ ഇരിക്കത്തൊന്നുമില്ല. പെട്ടെന്ന് നേരെ കിടന്നിട്ട് ഒരു 4 മണിയാകുമ്പോൾ എണീറ്റു പഠിക്കാനായിട്ട്. റൂമെല്ലാം ക്ലീനാക്കി വെച്ചിട്ട് ആദ്യമേ തന്നെ എണീക്കുമ്പോൾ തന്നെ കുളിച്ചിട്ട് വന്ന് റൂമെല്ലാം ക്ലീനാക്കി വെക്കും. ആൻഡ് അടുത്ത ഇതിലോട്ട് പോകും. അങ്ങനെ